Hello, welcome back. Question number 30. If tan A equal to 1/2, then sin A is equal to 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ടാൻ എയും സൈൻ എയും തമ്മിൽ ഉള്ള റിലേഷനാണ്. ടാൻ എ എന്നിട്ട് സൈൻ എയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടാൻ എ നമുക്ക് സൈനിൻ്റെ രൂപത്തിലേക്ക് കൊണ്ടുവരണം. നമുക്കറിയാം ടാൻ എ എന്ന് പറഞ്ഞാൽ സൈൻ എ ബൈ കോസ് എ ആണ്. അപ്പോൾ ടാൻ എ ഈക്വൽ ടു 1/2 എന്ന് എഴുതി. ഇനി ടാൻ എ എന്ന് പറഞ്ഞാൽ സൈൻ എ ബൈ കോസ് എ ആണ് 1/2. ഇനി ഈ സൈനിൻ്റെ രൂപത്തിലേക്ക് തന്നെ കൊണ്ടുവരണം. അപ്പോൾ കോസിനെ സൈനിൻ്റെ ഇതിലേക്ക് മാറ്റണം. അപ്പോൾ എന്ത് നമുക്കറിയാം, സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ ഈക്വൽ ടു 1 എന്നറിയാം. ഇതിനകത്തുനിന്ന് കോസ് എയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെയാണ്, കോസ് സ്ക്വയർ എ എന്ന് പറഞ്ഞാൽ 1, ഈ സൈൻ സ്ക്വയർ എ അപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസ് സൈൻ സ്ക്വയർ എ. ഇനി കോസ് സ്ക്വയർ എ ആണ് ഇത്. അപ്പോൾ കോസ് എ ഈക്വൽ ടു √1 മൈനസ് സൈൻ സ്ക്വയർ എ. അപ്പോൾ ഈ കോസ് എക്ക് പകരം 1 മൈനസ് സൈൻ സ്ക്വയർ എന്ന് ഇട്ട് കൊടുത്തു, ഈക്വൽ ടു 1/2. ഇനി നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എങ്ങനെയാണ്, 2 ഇൻറ്റു സൈൻ എ ഈക്വൽ ടു 1 ഇൻറ്റു √1 മൈനസ് സൈൻ സ്ക്വയർ എ എന്ന് പറഞ്ഞാൽ 1 മൈനസ് സൈൻ സ്ക്വയർ എ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ റൂട്ടുണ്ട്. അപ്പോൾ റൂട്ട് കളയാൻ വേണ്ടി രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്തു. രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുമ്പോൾ 2നെ സ്ക്വയർ ചെയ്തു 2 സ്ക്വയർ, സൈൻ എ സ്ക്വയർ ചെയ്തു സൈൻ സ്ക്വയർ എ. ഇനി ഈ റൂട്ട് രണ്ട് പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റൂട്ട് പോകും. അതായത് √1 മൈനസ് സൈൻ സ്ക്വയർ എ ഇൻറ്റു √1 മൈനസ് സൈൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 മൈനസ് സൈൻ സ്ക്വയർ എന്നാകും, റൂട്ട് പോകും. കാരണം ഇപ്പോൾ √2 ഇൻറ്റു √2 എന്ന് പറഞ്ഞാൽ 2 ആണ്. √5 ഇൻറ്റു √5 എന്ന് പറഞ്ഞാൽ 5 ആണ്. അതുപോലെ √1 മൈനസ് സൈൻ സ്ക്വയർ എ ഇൻറ്റു √1 മൈനസ് സൈൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 മൈനസ് സൈൻ സ്ക്വയർ ആണ്, റൂട്ട് പോകും. അപ്പോൾ ഇവിടെ 4 സൈൻ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ എന്ന് കിട്ടി. ഇനി ഈ 1 മൈനസ് സൈൻ സ്ക്വയർ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഈ 4 സൈൻ സ്ക്വയർ അതുപോലെ എഴുതി. ഇത് -1 മൈനസ് സൈൻ സ്ക്വയർ ആണ്, മൈനസ് സൈൻ സ്ക്വയർ ആണ്. ഇപ്പുറത്തേക്ക് വന്നപ്പോൾ പ്ലസ് സൈൻ സ്ക്വയർ ആയി ഈക്വൽ ടു 1. അപ്പോൾ എനിക്ക് 4 സൈൻ സ്ക്വയറേയും 1 സൈൻ സ്ക്വയർ ആണിത്. സൈൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് 1 ഉണ്ട്, 1 സൈൻ സ്ക്വയർ ആണ്. അപ്പോൾ 5 സൈൻ സ്ക്വയർ ഈക്വൽ ടു 1. ഇനി നമുക്ക് സൈൻ സ്ക്വയർ ഈക്വൽ ടു 1, ഇത് 5 മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഇപ്പുറത്തോട്ട് വന്നപ്പോൾ ഡിവൈഡ് ചെയ്തു. അപ്പോൾ സൈൻ സ്ക്വയർ 1/5 എന്ന് കിട്ടി. അപ്പോൾ സൈൻ എന്ന് പറഞ്ഞാൽ √1/5 എന്ന് വന്നു. അപ്പോൾ √1 എന്ന് പറഞ്ഞാൽ 1 തന്നെ, √5 ആയിട്ടിട്ടു. അപ്പോൾ 1/√5, ഓപ്ഷൻ നമ്പർ സി.